May I begin, Your Honor? Yes. The learned prosecutor has presented before this honorable court the deceased Dr. Unnikrishan as Sri Buddha. എന്റെ മാന്യ സുഹൃത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സദ്ഗുണ സമ്പന്നനും ദീനദയാലുവും നിഷ്കളങ്കതയുടെ മൂർത്തീകരണവുമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചതും അതുവഴി കോടതിയുടെ സിമ്പതി പിടിച്ചുപറ്റാൻ ഒരു വിഫല ശ്രമം നടത്തി പരാജയപ്പെട്ടതും. എന്നാൽ ഈ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ കടലൻ എന്റെ സുഹൃത്ത് വിശേഷിപ്പിച്ച ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ജീവത്സമായ യഥാർത്ഥ മുഖം ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ അവതരിപ്പിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എന്റെ നീതിബോധം എന്നെ ഉണർത്തുന്നു. യുവർ ഓണർ, വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അരങ്ങേറിയ ഒരു പ്രേമനാടകം ഗർഭിണിയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ കലാശിച്ച ദുരന്ത കഥയാണ് ഇന്നെനിക്കിവിടെ പറയാനുള്ളത്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഡയാന എന്നൊരു പെൺകുട്ടിക്ക് അനാവശ്യമായ ആശയം മോഹവും നൽകി അവളുടെ ചാരിത്രം കവർന്നെടുത്ത ശേഷം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തെരുവീതിയിലേക്ക് വലിച്ചെറിഞ്ഞ കാരുണ്യത്തിന്റെ കടലാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ MBBS MS. സ്വന്തം ഭാര്യ കോടതിയിൽ നിന്ന് കരയുന്നത് കണ്ടാൽ സിമ്പതി കിട്ടുമെന്ന തെറ്റിദ്ധാരണയിൽ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നന്നായി കരഞ്ഞു നോക്കി. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. കുടുംബ ബന്ധങ്ങളുടെ സത്യത്തെ വളച്ചൊടിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. Please don't interfere, Raji. തീർന്നില്ല. കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ജനറൽ ഹോസ്പിറ്റലിൽ തൂങ്ങി മരിച്ച ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വന്നു പോസ്റ്റ്മോർട്ടത്തിനായി. ദ ഡെഡ് ബോഡി ഓഫ് ദ വെരി സെയിം ഡയാന. അന്നത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിയുക്തനായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. തന്റെ നേരെ തുറച്ചു നോക്കുന്ന ഡയാനയുടെ വിളറി വെളുത്ത ഡെഡ് ബോഡിയുടെ മുഖം കണ്ട് ഞെട്ടി വിറച്ച് പുറകോട്ട് മാറി നിന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തോട് ചെയ്ത കടുത്ത വഞ്ചനയുടെ തെളിവാണ്. അതുകൊണ്ടാണ് അന്നത്തെ പോസ്റ്റ്മോർട്ടം എന്റെ കക്ഷി ഡോക്ടർ രാജൻ തനിച്ച് ചെയ്യാനിട വന്നത്. തെളിവില്ലാത്ത കുറെ കാര്യങ്ങൾ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് കോടതിയിൽ വിലപ്പോവില്ല. യു ഹാവ് നോ എവിഡൻസ് അറ്റ് ഓൾ. നോ, ഐ ഹാവ് ഗോട്ട് എവിഡൻസ്. ഡോക്ടർ രാജൻ മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള തെളിവാണ് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്. വിതൗട്ട് ഇന്ററപ്ഷൻ യുവർ ഓണർ, കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ഏതോ ഒരു പിഴച്ച പെണ്ണിന്റെ ഡെഡ് ബോഡി വന്നെന്നോ അത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അറ്റൻഡ് ചെയ്തില്ലെന്നോ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞല്ലോ. എന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്റെ സുഹൃത്ത് കൊട്ടിക്കൊഴിച്ചോ പോലെ മാനസികാസ്വാസ്ഥ്യം കൊണ്ടല്ലെന്നും മറിച്ച് എന്റെ കക്ഷിക്ക് ശാരീരിക സുഖം ഇല്ലാതിരുന്നതിനാലാണെന്നും തെളിയിക്കുന്ന ബിൽ, അതായത് അതേ ദിവസം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചൈന മെഡിക്കൽസിൽ നിന്ന് മരുന്ന് വാങ്ങിയ ബില്ലാണിത്. ഈ ഒരു ബില്ല് മതി അദ്ദേഹം പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്യാറുന്നത് മറ്റൊരു കാരണത്താലല്ലെന്ന് തെളിയിക്കാൻ. Now, I am going to present another notorious character. That is driver Dominic. ആത്മഹത്യ ചെയ്ത ഡയാനയുടെ ബന്ധത്തിലുള്ള സഹോദരൻ. ഡയാന മരിച്ച ദിവസം ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സമീപിച്ചതും തന്റെ ബന്ധുവിനെ ചതിച്ചതിന് പ്രതികാരം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയതും നേരിൽ കണ്ട ആളാണ് ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നിയമത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു മഹാത്ഭുതം പ്രതിഭാ വക്കീലിന്റെ സാങ്കല്പിക കഥയ്ക്ക് പ്രതി തന്നെ സാക്ഷി. എ ഫാന്റാസ്റ്റിക് പ്രപ്പോസൽ യുവർ ഓണർ. ഡോക്ടർ ഉണ്ണികൃഷ്ണനും ഡയാനയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്ന പ്രേമബന്ധം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. കാരണം ഞാനും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഒരു പ്രേമബന്ധത്തിന്റെ സാക്ഷാത്കാരമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് എഴുതിയിട്ടുള്ള അനേകം കത്തുകൾ, ഐ മീൻ ലവ് ലെറ്റേഴ്സ്, ഞാൻ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഐ എം പ്രിപ്പയർഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഡ്രൈവർ ഡൊമിനിക്കിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ്. അതും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഓൺലി ആൻ ഇമാജിനറി ക്യാരക്ടർ. നോ, ഹി ഈസ് എ ലിവിംഗ് ക്യാരക്ടർ. ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വധിക്കുമെന്നൊരു ഭീഷണിപ്പെടുത്തിയ ആൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ലോറി ആക്സിഡന്റ് തന്നെ ഉണ്ടാക്കിക്കൂടാ? ഇറ്റ്സ് ഇംപോസിബിൾ. ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ച് അതുമൂലം സ്വന്തം കക്ഷിയുടെ കുറ്റത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്റെ മാന്യ സുഹൃത്ത്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡയാനയെ വഞ്ചിച്ചു. ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കൊല ചെയ്തു. മഹത്തായ കണ്ടുപിടുത്തം. എ മാർവലസ് ഡിസ്കവറി. യുവർ ഓണർ, കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ പ്രോസിക്യൂഷൻ കേസ്, അതായത് പ്രതി ഡോക്ടർ രാജൻ തന്നെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വധിക്കാൻ കളമൊരുക്കിയതെന്ന കാര്യം സംശയലേശമെന്നെ തെളിയിക്കാൻ ഉതകുന്ന ശക്തനായ ഒരു സാക്ഷിയെ, ആ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷിയെ, ആൻ ഐ വിറ്റ്നസ് ടു ദ ഇൻസിഡന്റ്, ഈ കോടതി മുൻപാകെ വിസ്തരിക്കുവാൻ ദയവായി എനിക്ക് അനുവാദം തരണം. Is your eyewitness present today? Yes, he is present. Call the witness.
കാലത്ത് തുടങ്ങിയത്? ബാത്റൂം ക്ലീൻ ചെയ്തോ? ഞാൻ കുളിച്ചിട്ട് വരുന്നതിനെ എല്ലാം വൃത്തിയായിരിക്കണം. ജൂൺ 16-ാം തീയതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കൊല ചെയ്യപ്പെട്ട ദിവസം ഈ നിൽക്കുന്ന പ്രതിയുടെ വീട്ടിൽ നീ എന്താണ് കണ്ടതെന്ന് കോടതിയിൽ പറയാമോ? പറയാം. എന്താണ്? അന്ന് രാവിലെ കാർ ഷെറ്റ് വൃത്തിയാക്കുവാൻ വേണ്ടി ഞാൻ കാർ ഷെറ്റിൽ ചെന്നപ്പോൾ രാജൻ സാറ് കാറിന്റെ ബ്രേക്ക് മുറിച്ചത് ഞാൻ കണ്ടതാണ്. That's all, Your Honor. നീണ്ട 18 വർഷം പ്രതി ഡോക്ടർ രാജന്റെ ഉപ്പും ചോറും തിന്ന് വളർന്ന ഗോപി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ഒരൊറ്റ സാക്ഷി മാത്രം മതി പ്രതി ഡോക്ടർ രാജനാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് തെളിയിക്കുവാൻ. പ്രതിഭാഗം ഇവിടെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. An utter and absolute failure. ജൂൺ 16-ാം തീയതി ബാംഗ്ലൂരിൽ പോയെന്നും 17-ാം തീയതി മടങ്ങി വന്നെന്നും MCHന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നും ഫസ്റ്റ് ടെസ്റ്റിന് പോയി എന്നുമുള്ള വാദത്തിന്റെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് വരികയും ദൃക്സാക്ഷിയായ ഗോപിയുടെ മൊഴിയും കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ കൊലപാതകത്തിന് പരിപൂർണ ഉത്തരവാദി ഡോക്ടർ രാജനാണെന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ മരിച്ചുപോയ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ആത്മാവിനെ പോലും വെറുതെ വിടാൻ ഈ ഘാതകർ തയ്യാറല്ല. പുതിയൊരു കഥാപാത്രവും കൊണ്ട് വന്നിരിക്കുകയാണ്, ഡ്രൈവർ ഡൊമിനിക്. ഐ ചാലഞ്ച് ഡ്രൈവർ ഡൊമിനിക്കിനെ ഈ കോടതി മുൻപാകെ കൊണ്ടുവരാൻ എന്റെ മാന്യ സുഹൃത്തിന് ഒരിക്കലും സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു ഡ്രൈവർ ഇല്ല. ഇത് പച്ചക്കള്ളമാണ്. No, Your Honor. I can produce the driver before the court. This is a question of my prestige. Exactly right. Yours is the question of prestige and ego. Mine is the question of life and death. I am ready to cross-examine the driver. കൊണ്ടുവരട്ടെ. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ നാവിൽ നിന്ന് തന്നെ യാഥാർത്ഥ്യം ഞാൻ പുറത്തു കൊണ്ടുവരാം. Come on, കൊണ്ടുവരൂ. രാജേട്ടാ, ഡ്രൈവർ എവിടെ? ഇല്ല, ഡ്രൈവർ എവിടെയെന്ന് അറിയാമോ? കണ്ടോ? Bring him to the court. No, they can't. ഭാര്യയും ഭർത്താവും ചേർന്ന് കോടതിയിൽ അഭിനയിക്കുകയാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ഇത് കോടതിയാണ്, നിങ്ങളുടെ വീടല്ല. നിന്റെ ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്? ചേട്ടനോ? എന്റെ ഭർത്താവിനെ ചതിച്ചു വന്ന കൊലയാണ് ഇനിയാൾ. എന്റെ കെട്ടുകാലി പൊട്ടിച്ച ദ്രോഹി. എന്റെ ഉണ്ണിനെ കൊന്നത് ഇയാളാണ്. എന്റെ കുഞ്ഞിനെ അനാഥയാക്കിയത് ഇയാളാണ്. എന്റെ ഭർത്താവ് ഇയാൾക്കെതിരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്റെ ജീവിതം തകർത്ത ഈ ദ്രോഹിയെ മരണശിക്ഷയ്ക്ക് വിധിക്കണം. എന്നെപ്പോലുള്ള ഭാഗ്യഹീനകളായ ഭാര്യമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും യാചനയാണിത്. പ്ലീസ് മിസ്റ്റർ രാജൻ, ആ ഡ്രൈവറെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം? ഡ്രൈവർ ഡൊമിനിക്കിന് ഒരിക്കലും വരില്ല. എന്തുകൊണ്ട്? അന്ന് രാത്രി തന്നെ അവൻ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടോ? എങ്ങനെ? ഉണ്ണി മരിച്ച അതേ രാത്രി തന്നെ അവനെ കൊന്നു. ആര്? ഞാൻ കൊന്നു. എന്റെ പെങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ച എന്റെ ഒരേ ഒരു പെങ്ങളെ വിധവയാക്കിയ ആ ദ്രോഹിയെ ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നു. ജൂൺ 16-ാം തീയതി ഉണ്ണി മരിച്ച ദിവസം ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയി എന്ന് പറഞ്ഞത് തെറ്റാണ്. ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ ഡൊമിനിക്കിനെ കാണാനാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയത്. പക്ഷേ അത് തെളിയിക്കാനൊന്നും ഉണ്ണി ജീവിച്ചിരിപ്പില്ല. എയർപോർട്ടിൽ ചെന്നപ്പോ ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആയിരുന്നു. ടിക്കറ്റ് ഓക്കെ അല്ലാത്തതിനാൽ ഞാൻ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്തു. ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, ഞാനിന്ന് ലീവാ. ഡോക്ടർ അറിഞ്ഞില്ലേ? എന്ത്? ഡോക്ടർ ഉണ്ണിയുടെ കാര്യം. ഉണ്ണിക്ക് എന്ത് പറ്റി? ഡോക്ടർ ഉണ്ണി കാർ ആക്സിഡന്റ് ഹോസ്പിറ്റലായത്. എപ്പോ?
1 മണിക്കൂർ മുമ്പാണ്. അല്പം ക്രിട്ടിക്കലാണെന്ന് കേട്ടു. ഹലോ, ഞാൻ രാജാണ്. ഞാൻ ഗോപാലനാ. ഉണ്ണിക്കെന്തായി? കാര്യം വെച്ചാൽ പറയണം. സർ, ഉണ്ണി സാറ് മരിച്ചുപോയി. നിന്നെ കൊല്ലാൻ തോക്കും കത്തിയൊന്നും വേണ്ടടാ. ഇത് കണ്ടോ, ജസ്റ്റ് ആൻ ആക്സിഡന്റ്. അവൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ പോയതാ. അവൻ എങ്ങോട്ട് പോയെന്ന് ആരെങ്കിലും അറിഞ്ഞോടാ? നീ പോയിക്കോ, ഞാൻ വെളുപ്പിനെ സ്ഥലം വിടും. എന്റെ ഉണ്ണിയെ ലോറി കയറ്റി കൊന്നവന്റെ നെഞ്ചിൽ എന്റെ കുരുതിയിലൂടെ ഞാൻ ജീപ്പ് കയറ്റി ഇറക്കി. എന്റെ ഉണ്ണിയുടെ ശവശരീരം ആ ചിതയിലെത്തുന്നതിന് മുമ്പ് അതേ ശ്മശാനത്തിന്റെ കിഴക്കേ മൂലയിൽ ഞാൻ അവന്റെ ശവം കുഴിച്ചു മൂടി. ഇതിൽ കൂടുതൽ ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? മരിക്കണോ? നിന്റെ കെട്ടുതായി ഞാൻ ഇല്ല മോളെ.